നമ്മൾ സ്ത്രീകൾ നമ്മളുടെ ശരീരം ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കുന്നവരുണ്ട്, എന്നാലും ഭൂരിഭാഗം സ്ത്രീകളും നമ്മളുടെ ശരീരം അത്ര ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കൾ, അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ആരോഗ്യമാണ് നമ്മളുടെ കുടുംബത്തിൻ്റെ ശക്തി. നമ്മളെപ്പം എപ്പോൾ തളർന്ന് വീഴുന്നു അപ്പോഴും നമ്മളെ കുടുംബവും തളർന്ന് വീഴും. അപ്പോൾ നമ്മൾ ഈ ഒരു കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് പണ്ട് കാലങ്ങളിലേ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ കർക്കിടക മാസത്തിലെ ഒരു വലിയൊരു ഇതാണ് നമ്മളുടെ ഉലുവ. നമുക്ക് എന്താണ് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരമാണ് ഉലുവ. അത് കർക്കിടക മാസം നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ അത് നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. നമ്മൾ ഷുഗർ ഉള്ളവരാണെങ്കിലും പ്രഷർ ഉള്ളവരാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവരാണെങ്കിലും പൊണ്ണത്തടിയുള്ളവർക്കാണെങ്കിലും ഈ ഉലുവ വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ തടിയുള്ളവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത് കഴിക്കാൻ, എന്നാൽ മാത്രമേ തടി കുറയുകയുള്ളൂ കേട്ടോ. നമ്മൾ ഉലുവക്കഞ്ഞികളൊക്കെ വെച്ച് കഴിക്കാറുണ്ട്, പക്ഷേ തടിയുള്ളവർ അത് കൂടുതൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ആദ്യമായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അതിൻ്റെ 2 ഇരട്ടി വെള്ളം നമ്മൾ ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 2-3 വിസിൽ വരുന്നവരെയും വേവിക്കണം. ഇത് നമ്മളൊരു 6 മണിക്കൂർ കുതിർത്തിയ ഉലുവയാണ് കേട്ടോ. ഉലുവൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൽ ധാരാളമായിട്ട് നാരുകളും ഇരുമ്പ് സത്തുകളും അതുപോലെ തന്നെ പ്രോട്ടീനുകളും മാഗ്നീഷ്യം അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഉലുവ. അപ്പോൾ നമ്മൾ ഉലുവ ഒരു 2-3 വിസിൽ വരുന്നവരെയും വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ മാനസിക പിരിമുറുക്കം, അതുപോലെ തന്നെ ഷുഗർ, പൊണ്ണത്തടി, അസ്ഥികളുടെ ബലം, എല്ലാത്തിനും നമുക്ക് ഈ ഉലുവ വളരെ നല്ലതാണ്. നമ്മളുടെ നമ്മളുടെ ഊർജ്ജ നില തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ ഈ ഉലുവക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 3 വിസിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ഉലുവ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമാണ് ഇത് കുടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തത്. നിങ്ങൾ എത്ര പേരാണോ കുടിക്കുന്നത്? എനിക്ക് തടി കുറക്കുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. തടി കുറക്കുവാൻ വേണ്ടി മാത്രമല്ല, എന്തിനും നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇത് തടി കുറക്കുവാൻ വേണ്ടി നമ്മൾ 2 ചേരുവ മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കുക, നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്നും വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കർക്കിടകം കഴിയുന്നത് വരെയും കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ തടി എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങളുടെ തടി വെയിറ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ കർക്കിടകം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വെയിറ്റ് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാതിരിക്കുക, ഓയിലി ഫുഡൊന്നും അവോയ്ഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ ഇത് കൊണ്ടെല്ലാം ശരിയാകും എന്ന് വിചാരിക്കാതെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കും കേട്ടോ. എന്നാലും വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അരി ചേർക്കും. അപ്പോൾ അത് നമുക്ക് തടി വെക്കും. നമ്മൾ വണ്ണം വെക്കും. എത്ര വണ്ണം ഇല്ലാത്തവരാണെങ്കിലും വണ്ണം വെക്കും. ഇതാകുമ്പോൾ നല്ല രീതിയിൽ വണ്ണം കുറയുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളുടെ വയറൊക്കെ ക്ലീൻ ആകാനും ഒക്കെ സഹായിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ട ശർക്കരയാണ്. ശർക്കരയോ ചക്കരയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ തേനോ എന്തെങ്കിലും. ഞാനിത് ഉരുക്കി വെച്ചിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വളരെ കുറവാണ് നല്ലത്. ഇത് ഞാൻ ലൂസായിട്ട് വെള്ളം പോലെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടിയിലല്ല ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇത് ഇനി നമ്മൾ വൈകുന്നേരം എന്നും ഒരു 4 മണിക്ക് ചായ കുടിക്കുന്നതിന് പകരം നിങ്ങൾ ഇതൊന്ന് കുടിക്കുക. കർക്കിടകം കഴിയുന്നത് വരെ നിങ്ങളുടെ കാലുവേദന, കൈവേദന, മുട്ടുവേദന ഇതൊക്കെ മാറുവാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തടി കുറയുവാനും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുവാനും അതുപോലെ തന്നെ
സ്കിന്നിലുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ മാറുവാനും ഒക്കെ ഈ ഒരു ഡ്രിങ്കിന് സാധിക്കും കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നമ്മൾ കഞ്ഞി വെക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ ഈ ശർക്കരയൊക്കെ ചേർക്കണോണ്ട് നല്ല വെന്ത് ഇതാക്കിയത് കൊണ്ടും പെട്ടെന്ന് അത് കുടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടേസ്റ്റ് നമുക്ക് കുടിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക, തടി കുറയ്ക്കണം എന്നുള്ളവർ. അതുപോലെ തന്നെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ 100% നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.